ഹായ് വീണ്ടും പറയണ ഹായ് ഞാൻ ഗിരി തൃശ്ശൂർ. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ കണ്ടു നോക്ക് ഒരു ഹോസ്പിറ്റലാണത്. സാധാരണ ചേർപ്പ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് വന്ന് പേഷ്യൻസിന് വരാനുള്ള ഹോസ്പിറ്റലാണ് ചേർപ്പ് ഹോസ്പിറ്റൽ, തൃശ്ശൂർ ചേർപ്പ് ഹോസ്പിറ്റൽ. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 8 മണിക്കാണ് ഡോക്ടർ വരുള്ളൂ. 8 മണിക്കാണ് ഡോക്ടർ വരുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ട് ഭാര്യനോട് നിർത്തിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ചേർപ്പ് ഹോസ്പിറ്റലിൻ്റെ. ഈ 8 മണി വരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 8 മണി വരെ ഇവിടെ ആർക്കും അസുഖം വരണ്ടേ? 8 മണി വരെ ആർക്കും ആപത്ത് വരില്ലേ? 8 മണിക്ക് ഡോക്ടർ ഇവിടെ വരാൻ ഒരു ഹോസ്പിറ്റലാണ് പറയുന്നത് 8 മണിക്ക് ഡോക്ടർ വരുള്ളൂ. എന്തിനാണ് ഹോസ്പിറ്റൽ? എപ്പോഴും ഹോസ്പിറ്റൽ വേണ്ട, എപ്പോഴും ഹോസ്പിറ്റൽ ഡോക്ടർ വേണ്ട സാഹചര്യമാണ് ഇവിടെ. ഇപ്പോൾ എത്രമാത്രം രോഗികൾ, മഴക്കാലമാണ്, ശ്വാസമുട്ടായിട്ട്, പനിയായിട്ട്, പല തരത്തിലുള്ള അസുഖങ്ങളും. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ട് വന്നിട്ട് ഇവിടെ 8 മണി ഡോക്ടറെ കാത്ത് നിൽക്കുകയാണ്. നാണാവില്ലേ ഇവർക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞു നിൽക്കാനായിട്ട്? ഇവർക്ക് നാണാവില്ലേ? ചേർപ്പ് ഹോസ്പിറ്റൽ, തൃശ്ശൂർ ചേർപ്പ് ഹോസ്പിറ്റൽ ഡോക്ടറില്ല. ഡോക്ടറിൻ്റെ പേഷ്യൻസ് വന്ന് മടങ്ങി അപ്പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇവരെന്തിനാണ് ഈ ചേർപ്പ് ഹോസ്പിറ്റലിൽ? എൻ്റെ ഭാര്യ നോണ പറയില്ല, ഭാര്യയ്ക്ക് വയ്യാണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഭാര്യയ്ക്ക് വേണ്ടി വന്ന് ചോദിച്ചപ്പോൾ 8 മണിക്ക് ഡോക്ടർ വരുള്ളൂ. ഇത് സെക്യൂരിറ്റി നടക്കണം. 8 മണിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോട്ടെ, സാധാരണ സ്ഥാപനങ്ങളിൽ പോയി കുറച്ചും വരെ അത് കാണിക്കില്ലേ? ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവസ്ഥയിൽ കാണുന്നത് 8 മണിക്ക് ഡോക്ടർ വരുള്ളൂ എന്ന്. പേഷ്യൻസ് ഏത് ഹോസ്പിറ്റലിൽ പൊക്കോളാം. അതല്ലേ ഞാൻ കീരി തുറന്നു പറയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ആരോഗ്യവകുപ്പ്, എന്തിനാണ് ഇവിടെ ഹെൽത്ത് മിനിസ്റ്റർ? ഇവർക്ക് അറിയട്ടെ. ഡോക്ടർമാർ എപ്പോഴും വേണ്ട ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിട്ടുണ്ട് 8 മണിക്ക് ഡോക്ടർ വരുള്ളൂ എന്ന്. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എൻ്റെ ഭാര്യ ഡോക്ടർ കാണാൻ പറ്റാണ്ട് തൊണ്ടിക്കായിട്ട് വേദന എടുത്തിട്ട്